12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാലം. കോട്ടക്കുന്ന് പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. പെരുന്നാളൊക്കെ അല്ലേ, കുട്ടികളെയും കൊണ്ടൊന്ന് കോട്ടക്കുന്ന് പോകാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. കുഞ്ഞുമണിയൊക്കെ ഉമ്മാന്റെ മടിയിൽ നല്ല കളിയിലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ അവിടെ എത്തിയപ്പോ മലപ്പുറം ജില്ലയിലുള്ള മൊത്തം ആൾക്കാർ അവിടെ ഉള്ള പോലെ അത്രയും തിരക്കായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഫുള്ളേനു. സിയോ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തിനെങ്കിൽ ഇറങ്ങി ഓടേനു വിചാരിച്ച് നിൽക്കേനു. അങ്ങനെയുള്ള നേർച്ചക്കാരെ മൊത്തം വിളിച്ചിട്ടാണ് ഞങ്ങൾക്കൊരു പാർക്കിംഗ് കിട്ടിയത്. എവിടെ പോവാണെങ്കിലും സിയോന്റെ 2 സൈഡിലും 2 ബോഡി ഗാർഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. ചോട്ടേക്കര പിന്നെ ഒരു പൊടി പോലും കാണൂല. ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഉപ്പാന്റെ കൈ വിടാൻ പാടില്ല കേട്ടോ എന്നുള്ള എക്സിമെന്റിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഓടി ചെന്ന് ഈ റൈഡിലാണ് കേട്ടോ കയറിയത്. ഏത് റൈഡിലും കയറാത്ത എന്റെ ഉമ്മാക്ക് ഈ റൈഡിൽ കയറാനൊരു പൂതി. റൈഡിൽ കയറി 2 കറക്കം കറങ്ങിയപ്പോ എന്റെ ഉമ്മാക്ക് തലകറക്കായി, ഓക്കാനായി, ഛർദിയായി, പിന്നെ പറയണ്ട. അങ്ങനെ എന്റെ ഉമ്മാനെ ഇറക്കി വിട്ടിട്ടോ ഒരു 2ാമത് ഒന്നുകൂടി കറങ്ങി കേട്ടോ. ആ കറക്കം തന്നെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഓൻ ഒന്നിലും കയറാൻ പറ്റിയിട്ടില്ല. ഉമ്മാക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായി, തീരെ വയ്യാണ്ടായി, വെള്ളം കുടിക്കണ വരെ ഛർദ്ദിക്കായിരുന്നു കേട്ടോ. പിന്നെ ഓൻ്റെ ഒരു സമാധാനത്തിന് ഓരോരു സ്പ്രിംഗ് പൊട്ടാറ്റോ കൂടെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു.